ഹായ് നമസ്കാരം, വെൽക്കം ബാക്ക് ടു ടേസ്റ്റ് ആൻഡ് ടേൽസ് വിത്ത് സുധ. നിങ്ങളെല്ലാവരും സുഖമായിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. സവാളയും കൂടിയിട്ടുള്ള ഒരു റെസിപ്പി ആയിട്ടാണ് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ മെയിൻ അട്രാക്ഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് വളരെ വേഗത്തിൽ തന്നെ നമുക്ക് ചെയ്തെടുക്കാൻ പറ്റുകയും ചെയ്യും. നല്ല ടേസ്റ്റിയുമാണ് കേട്ടോ. അപ്പോൾ ഈ സവാളയുടെ റെസിപ്പി നമ്മുടെ സോഷ്യൽ മീഡിയയിലൊക്കെ ഭയങ്കര വൈറലായ ഒരു റെസിപ്പിയാണ് കേട്ടോ. ഞാനും ഇത് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പം ഞാൻ ഓർത്ത് ഇതൊന്നും കൂടെ കുറച്ച് ഇൻഗ്രീഡിയൻസും കൂടെയൊക്കെ ഒന്ന് കൂടുതൽ ചേർത്ത് ഇത് ചെയ്ത് നോക്കി, ഇതൊന്നും കൂടെ ടേസ്റ്റിയാണെന്ന് തോന്നി. അപ്പം ഞാൻ ഉണ്ടാക്കി നോക്കി. അപ്പോൾ നല്ല ടേസ്റ്റിയാണ് കേട്ടോ ഇങ്ങനെ ചെയ്ത് നോക്കിയാലും. അപ്പോൾ നമുക്കിത് എങ്ങനെ ചെയ്യണമെന്ന് നോക്കാം. ഇതിനു വേണ്ടി ഞാനിവിടെ 2 സവാളയും 1 ക്യാരറ്റുമാണ് കേട്ടോ എടുത്തിരിക്കുന്നത്. അപ്പോൾ നമ്മുടെ ക്യാരറ്റ് സവാളയൊക്കെ റെഡിയാക്കി ഇവിടെ വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് സവാള ഒന്ന് അരിഞ്ഞെടുക്കണം. സവാള നമ്മൾ സാധാരണ അരിയുന്ന പോലെ ചെറുതായിട്ടല്ല, കുറച്ച് കനത്തിൽ ഞാൻ ഈ അരിയുന്നത് പോലെ തന്നെ വേണം കേട്ടോ ഇവിടെ അരിഞ്ഞെടുക്കാനായിട്ട്. അപ്പോൾ ഈ സവാളയൊക്കെ അരിഞ്ഞെടുക്കുന്ന സമയത്ത് ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണണമെങ്കിൽ, ഇതിനകത്ത് വീഡിയോ ഒക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിലും ഈ ചാനലിനെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്ന് ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ വിലയേറെ അഭിപ്രായങ്ങളെല്ലാം കമൻറ്റുകളായിട്ട് അറിയിക്കാനും ഒക്കെ ഒന്ന് ഓർത്തേക്കണേ. പിന്നെയാണെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കൂട്ടത്തിൽ ആ ബെൽ ബട്ടണും കൂടെ ഒന്ന് അമർത്തുവാണെങ്കിൽ നമ്മൾ വീഡിയോ ഇടുമ്പോഴൊക്കെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടും കേട്ടോ. പിന്നെ ഇതൊന്ന് ഫുള്ളായിട്ട് കണ്ട് ഒന്ന് സപ്പോർട്ട് ചെയ്തേക്കണേ. ഇപ്പോൾ നമ്മുടെ സവാളയൊക്കെ ആ കറക്റ്റ് ഷേപ്പിൽ ഞാനിവിടെ അരിഞ്ഞ് റെഡിയാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. ഇനിയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ സവാളയൊക്കെ ഒന്ന് എല്ലാ ഇതളും ഒന്ന് വേർപെടുത്തി എടുക്കണം കേട്ടോ. ഈ ഇതളൊക്കെ ഇങ്ങനെ നമ്മൾ വേർപെടുത്തി എടുക്കണതേ വേറൊന്നും കൊണ്ടല്ല, നമ്മൾ ഇതിനകത്തേക്ക് ഒരു മസാല ചേർക്കുന്നുണ്ട് കേട്ടോ. ആ മസാല ഈ സവാളയിലേക്ക് നന്നായിട്ടൊന്ന് പിടിക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഇതളെല്ലാം നമ്മൾ വേർപെടുത്തി എടുക്കുന്നത്. അപ്പോൾ ഇപ്പം നമ്മുടെ സവാളയുടെ ഇതെല്ലാം വേർപെടുത്തി നല്ല സെറ്റാക്കി ഞാനിവിടെ വെച്ചിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് നമ്മുടെ ക്യാരറ്റിനെ ഒന്ന് റെഡിയാക്കി എടുക്കണം. അപ്പോൾ നമ്മൾ ആ ഒരു ക്യാരറ്റ് എടുത്തിട്ട് നമ്മൾ ഇതിനെ ഒന്ന് ഗ്രേറ്റ് ചെയ്തെടുക്കുകയാണ് കേട്ടോ ചെയ്യുന്നത്. ഗ്രേറ്റ് ചെയ്തെടുക്കുമ്പോഴത്തേക്ക് നമ്മളൊരു കാര്യം ശ്രദ്ധിക്കണം, ഇതിനെ കുറച്ച് തീരെ ചെറുതായിട്ടങ്ങ് ഗ്രേറ്റ് ചെയ്യരുത് കേട്ടോ. നല്ല അത്യാവശ്യം നീളത്തിൽ വേണം ഗ്രേറ്റ് ചെയ്തെടുക്കാൻ. ഇപ്പോൾ ഇവിടെ കാണുന്നത് പോലെ ഈ നീളത്തിൽ നമുക്കിതിനെ ഗ്രേറ്റ് ചെയ്തെടുക്കണം കേട്ടോ. ഇപ്പോൾ ഇതേ നമ്മുടെ ക്യാരറ്റും സവാളയും എല്ലാം ഇവിടെ റെഡിയാക്കി സെറ്റാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. ഇനിയാണെന്നുണ്ടെങ്കിൽ ഞാൻ 3 പച്ചമുളക് ചെറുതായിട്ട് അരിഞ്ഞ് ഇതിനകത്തേക്ക് ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇത് തികച്ചും ഓപ്ഷണലാണ്, നിങ്ങൾക്ക് വേണമെങ്കിൽ മാത്രം ആഡ് ചെയ്ത് കൊടുത്താൽ മതിയേ. അപ്പോൾ ഈ പച്ചമുളകും കൂടി ഇട്ട് കൊടുത്തിട്ട് ഇതിനകത്തേക്ക് നമുക്ക് ഇനി വേണ്ടത് പാകത്തിന് ഉപ്പാണ് ചേർത്ത് കൊടുക്കുന്നത്. പിന്നെയാണെന്നുണ്ടെങ്കിൽ ഒരു 3 ടേബിൾ സ്പൂൺ അളവിൽ ഞാൻ വിനെഗർ ഇതിനകത്ത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് കൈയൊക്കെ കഴുകിയിട്ട് ഇതിനെ കൈ കൊണ്ട് തന്നെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം കേട്ടോ. അപ്പോൾ ഈ കൈ കൊണ്ട് മിക്സ് ചെയ്ത് കൊടുക്കണമെന്ന് പറയാൻ കാര്യം, ഇതിനകത്തേക്ക് നമ്മൾ ആ ഒഴിച്ച വിനെഗറും ഉപ്പും ഒക്കെ ഈ ക്യാരറ്റിലേക്കും ഉള്ളിലേക്കും ഒക്കെ നന്നായിട്ടൊന്ന് പിടിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യണത്. പിന്നെയാണെന്നുണ്ടെങ്കിൽ നമ്മളിങ്ങനെ തിരുമ്പുമ്പോൾ ആ ഒരു ഉള്ളിയുടെ ആ ഒരു ടേസ്റ്റ് ഉണ്ടല്ലോ, അത് ക്യാരറ്റിലേക്കും കൂടെ പിടിച്ച് അത് നല്ലൊരു വെൽ ബാലൻസ്ഡ് ടേസ്റ്റ് നമുക്ക് കിട്ടും കേട്ടോ. അപ്പോൾ അത് നമ്മുടെ ഈ റെസിപ്പിയുടെ ടേസ്റ്റ് നന്നായിട്ട് ഒന്നും കൂടെ കൂട്ടുകയും ചെയ്യുവേ. അപ്പോൾ നമ്മുടെ ഇൻഗ്രീഡിയൻസ് എല്ലാം മിക്സപ്പ് ആക്കി ഇവിടെ റെഡി ആക്കി വെച്ചിട്ടുണ്ട്. ഇതിനെ നമുക്കൊരു 5 മിനിറ്റ് ഒന്ന് മൂടി വെക്കാം. ഇനി നമുക്കൊരു ചീനിച്ചട്ടി അടുപ്പത്ത് വെച്ച് ഞാൻ അതിനകത്തേക്ക് ഒരു 3 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയാണ് ഒഴിച്ചു കൊടുത്തിരിക്കുന്നത്. നിങ്ങൾക്ക് എന്ത് എണ്ണ വേണമെങ്കിലും ഉപയോഗിക്കാം. അതിനകത്തേക്ക് 1 ടീസ്പൂണ് കടുക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ആ കടുകൊക്കെ ഒന്ന് പൊട്ടി വന്നപ്പോഴത്തേക്കും ഒരു 4 കൊല്ലമുളക് ഞാൻ 2ആയിട്ട് കീറി അതിനകത്തേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇനി നമുക്ക് ഇതിനകത്തേക്ക് ഇട്ട് കൊടുക്കേണ്ടത് കറിവേപ്പിലയാണ് കേട്ടോ. കറിവേപ്പില നിങ്ങൾ ഇഷ്ടം പോലെ ആവശ്യത്തിന് ചേർത്ത് കൊടുത്തോളൂ കേട്ടോ. ഞാൻ എന്തായാലും ഉണ്ടായിരുന്ന കറിവേപ്പില കുറച്ച് അധികം തന്നെ ഇതിനകത്തേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ കറിവേപ്പിലയും കൂടെ മൂത്ത് വരുമ്പോഴത്തേക്കും ഇതിനകത്തേക്ക് ഇനി ഇട്ട് കൊടുക്കുന്നത് 1 ടീസ്പൂൺ അളവിൽ ചിക്കൻ മസാലയാണ്. ആ 1 ടീസ്പൂണിൽ ചിക്കൻ മസാല ഇട്ട് കൊടുത്തതിന് ശേഷം വളരെ കുറച്ച് ഒരു 1/4 ടീസ്പൂൺ അളവിൽ മഞ്ഞൾപ്പൊടി ഞാൻ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഞാൻ ഇതിനകത്തേക്ക് ആഡ് ചെയ്യുന്നത് 3 ടേബിൾ സ്പൂൺ അളവിൽ കാശ്മീരി ചില്ലി പൗഡറാണ്. പിന്നെ എരിവിൻ്റെ കാര്യം നിങ്ങളുടെ എരിവ് അനുസരിച്ച് വേണം മുളക് പൊടി ഇതിനകത്തേക്ക് ആഡ് ചെയ്ത് കൊടുക്കാൻ. ഞാൻ ഇത്തിരി എരിവ് കൂട്ടിയെടുക്കുന്നതുകൊണ്ടാണ് 3 ടേബിൾ സ്പൂൺ ആഡ് ചെയ്തെടുക്കുന്നത്. ഇനി നമുക്ക് ഇതിനകത്തേക്ക് കുറച്ച് കായപ്പൊടി ചേർത്ത് കൊടുക്കാം. അതിനുശേഷം നമുക്ക് ഇതിനകത്തേക്ക് ഒരു 1/4 ടീസ്പൂൺ അളവിൽ ഉലുവ പൊടിച്ചതും കൂടെ ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ. ഇതെല്ലാം കൂടിയിട്ട് നമുക്കിതിനെ ഒന്ന് നന്നായിട്ട് ഈ മസാലയൊക്കെ പച്ചമണം മാറുന്നവരെ നന്നായിട്ടൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മുടെ തീ നന്നായിട്ട് കുറച്ച് വെക്കണം, അല്ലെങ്കിൽ മസാല എല്ലാം കരിഞ്ഞു പോവും, നമ്മുടെ കറിയുടെ ടേസ്റ്റ് തന്നെ മാറിപ്പോകും കേട്ടോ. ഇപ്പോൾ നമ്മുടെ മസാലയുടെ പച്ചമണം എല്ലാം മാറിയിട്ടുണ്ട്. ഇതിനകത്തേക്ക് നമുക്കൊരു 1/4 ടീസ്പൂൺ ചില്ലി ഫ്ലേക്സും കൂടെ ആഡ് ചെയ്ത് കൊടുക്കാം. ആഡ് ചെയ്ത് ഇതിനെ ഒന്നും കൂടെ ഒന്ന് മൂപ്പിച്ചെടുത്തിട്ട് നമുക്ക് ഈ കൂട്ടിനെ ഒന്ന് നമ്മുടെ സവാളയുടെയും ക്യാരറ്റിൻ്റെയും ഒക്കെ ആ മിക്സിലേക്ക് ഒന്ന് ചേർത്ത് കൊടുക്കാം കേട്ടോ.
ഇനി ഇതിനെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണേ. നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുത്താൽ മാത്രമേ ഈ ഉള്ളിയിലേക്കും ക്യാരറ്റിലേക്കും ഒക്കെ നമ്മുടെ ഈ മസാലക്കൂട്ട് ഇറങ്ങി അതിന് നമ്മൾ ഉദ്ദേശിച്ച ആ ഒരു ടേസ്റ്റ് കിട്ടുള്ളേ. അപ്പോൾ ഇത് ഇവിടെ നന്നായിട്ട് ഞാൻ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതിന് കളർ കാണുമ്പോൾ തന്നെ അറിയാം ഇത് നല്ല ടേസ്റ്റുമാണ്. വളരെ പെട്ടെന്ന് നമുക്ക് ഉണ്ടാക്കിയെടുക്കാനും പറ്റുമേ. നമുക്ക് ചോറിൻ്റെ കൂട്ടത്തിലെയോ ഇഡ്ഡലിയോ ദോശയോ എല്ലാത്തിൻ്റെയും കൂടെ കഴിക്കാനും പറ്റും. എന്നാൽ പെട്ടെന്ന് തന്നെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാനും പറ്റുമേ. പിന്നെ ആണെന്നുണ്ടെങ്കിൽ ഇത് ഉണ്ടാക്കിയിട്ട് ഒരു 2-3 ദിവസം കഴിഞ്ഞിട്ടാണ് നമ്മളിത് യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ ഇതിൻ്റെ ടേസ്റ്റ് ഒന്നും കൂടെ ഒരു വേറെ ലെവലായിരിക്കും കേട്ടോ. അപ്പോൾ നമ്മുടെ റെസിപ്പി ഇവിടെ നല്ല സെറ്റായിട്ട് ഇവിടെ നല്ല ടേസ്റ്റിൽ വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇപ്പം നമുക്ക് ഇതിനൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം. ഇപ്പോൾ ടേസ്റ്റ് ചെയ്ത് നോക്കിയിട്ട് നിങ്ങൾക്ക് ഇനി ഉപ്പോ ഇനി കുറച്ചും കൂടെ പുളിയുടെ അംശമൊക്കെ വേണമെങ്കിൽ കുറച്ച് വിനെഗരി ഉപ്പൊക്കെ ഈ സമയത്ത് ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ. എനിക്കെല്ലാം നല്ല പാകത്തിനായിരുന്നു, അതുകൊണ്ട് ഞാൻ ഇനി ഒന്നും ചേർത്ത് കൊടുക്കുന്നില്ല. അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ എല്ലാവർക്കും നല്ല ദിവസം ആശംസിച്ചുകൊണ്ട് താങ്ക് യു ഫോർ വാച്ചിങ്.